ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറേ ആയിരിക്കുന്നു അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു കുഞ്ഞു വ്ളോഗ് കിട്ടാം. ഒരു വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് ചാനൽ ചത്ത് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വ്ളോഗ് ഇടട്ടെ. അപ്പോൾ നമ്മളിന്നൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഞാൻ ചാനലിൽ പോണൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോയി വന്നു, ഫുഡൊക്കെ കഴിച്ചു ഇരിക്കുന്ന സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രോ പാട്ട് എടുത്ത് കാണാനില്ല, ഫോണിൽ കാണാനില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം ഇൻട്രോ പാട്ട് എടുത്തിട്ട് ഇന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 11 മണിയായിട്ടാണ്. കാരണം 10 മണിക്കാണ്, ഒരു 9:45 to 10 മണിയുള്ള ഉണ്ണേട്ടൻ വിളിക്കാം. ഉണ്ണേട്ടൻ്റെ ഫോൺ വിളി കഴിഞ്ഞ ശേഷമാണ് ഞാനൊന്ന് പുറത്തിറങ്ങാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു ഒരു 10:30 ആകുമ്പോഴേക്ക് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗംഭീര മഴ, പുറത്തിറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ മഴ തോരട്ടെ എന്ന് കാത്തിരുന്ന് പിന്നെ മഴ തോർന്നപ്പോഴേക്കും ഒരു 11 മണി. എന്നാലും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ പോയി. പിന്നെ പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ ഫുൾ ടൈം കറക്റ്റാണല്ലോ എന്ന് പറയുന്നവരോട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. എനിക്കതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കേട്ടോ. കാണുന്നവർക്കാണ് ബുദ്ധിമുട്ട്. ഭയങ്കര കറക്കം, ഭയങ്കര എന്നും പുറത്ത് പോക്ക്. കാരണം എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിട്ട് പുറത്ത് പോകേണ്ടതായിട്ടുണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുക, മക്കളുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് പുറത്തിറങ്ങി പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വിലക്കാരൊന്നും ഇല്ല, ഞാൻ തന്നെ പുറത്തിറങ്ങണ്ടേ. അപ്പോൾ പറയുന്നവർ പറയട്ടെ വിചാരിക്കും, എത്രേ പറയുക. എന്നെ കേൾക്കുമ്പോൾ എന്തുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുമ്പോൾ കൂടെ പറയുന്നവർ പറഞ്ഞോട്ടെ വിചാരിക്കും, അത്രയേ. പിന്നെ ഇപ്പോൾ കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യും ഞാൻ മിക്കവാറും. ഇപ്പം അങ്ങനെ ചെയ്യാറ്. എന്നോട് ഉണ്ണേട്ടനാ പറയും, എന്നും പോവാതെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് 2 ദിവസം കൂടും, അങ്ങനെ ചെയ്തുകൂടെ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാട്ടോ. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ വേറൊരു ആവശ്യം വന്നാൽ ഒരുമിച്ചാണ് ചെയ്യാറ് വെച്ചിട്ട്. മറ്റേത് എന്തെങ്കിലും ചെറിയ ആവശ്യം വരുമ്പോഴേക്കും ഓടും. അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനല്ലേ. എനിക്കത് കുഴപ്പമില്ലാത്ത കാര്യമല്ല, എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. പിന്നെ കാണുന്നവർക്കല്ല കുഴപ്പം, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കിങ്ങനെ തിരക്കും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ നേരെ തലക്ക് ശരിക്കും വിടും. അമ്മയുടെ അടുത്തേക്ക് പോകും. അമ്മേനെ കാണാൻ തോന്നും, അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോകും. അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ രാവിലെ ഞാൻ വൈകുന്നേരം വരെ ഭയങ്കര റിലാക്സിങ്. കാരണം ഒന്നും അറിയണ്ടല്ലോ. തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇടയ്ക്കാണ് അപ്പോൾ അമ്മേനെ കാണാൻ പോകും. ഇപ്പം എന്താ വെച്ചെങ്കിൽ അച്ഛനില്ലാത്തതുകൊണ്ട് വീട്ടിലാണെങ്കിലും വീട്ടിലെല്ലാ കാര്യങ്ങളും അച്ഛനാണ് ചെയ്യാം. അപ്പോൾ അച്ഛനില്ലാത്ത കാരണം അമ്മയ്ക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് ഇതായിട്ടില്ല. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടും. എന്തെങ്കിലും അമ്മയ്ക്ക് ആവശ്യങ്ങൾ, ഇപ്പം വരണം പറഞ്ഞാൽ വീട്ടിൽ ഇപ്പം നമ്മുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ, വീട്ടിൻ്റെ കാര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ നേരാക്കാണ്ടായിരുന്നു. ബാങ്കിൽ, പഞ്ചായത്തിൽ, വില്ലേജിലൊക്കെ കാര്യങ്ങൾ റെഡിയാക്കാണ്ടായിരുന്നു. അതൊക്കെ ഒരുവിധം റെഡിയാക്കി വരുന്നുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടും. മറ്റേതെല്ലാം അച്ഛനല്ലേ ഉള്ളത്, അച്ഛൻ്റേതായ കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇടയ്ക്കൊന്ന് തലക്കശ്ശേരിക്ക് ഓടും. അതാണ് രാവിലെ പോയിട്ട് പിന്നെ വൈകുന്നേരം വരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചെങ്കിൽ പോകുമ്പോൾ ഒച്ചടിക്കണം. അവിടെ അമ്മ ഉണ്ട്, 2 വല്യമ്മമാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഇന്ന് വൈകുന്നേരം എപ്പോഴും ഞാൻ വിടത്തുള്ളൂ. അങ്ങനെ ഇന്നിപ്പോൾ ഈ ചാനലും പോകണം എന്തിനാ ചെറിയോ. ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ഒരു മെഷീൻ നേരാക്കാൻ കൊടുത്തിരുന്നു, തയ്യൽ മെഷീൻ നേരാക്കാൻ കൊടുത്തിരുന്നു ചങ്ങനകുളത്ത്. എൻ്റെ അല്ല, ചേച്ചിയുടെ കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മെഷീൻ നേരാക്കാൻ കൊടുത്തപ്പോൾ ഞാൻ വെള്ളിയാഴ്ച കാലത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇപ്പം തന്നെ റെഡി ആവുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ടൈം എടുക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്നിട്ട് ഞാൻ വീടെത്തിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വിളിക്കുന്നത് തയ്യൽ മെഷീൻ റെഡി ആയിട്ടോ. ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ചങ്ങളം വീണ്ടും പോകേണ്ടിക്ക് വയ്യ, ഞാൻ നാളെ വരാം. അപ്പോൾ ഓക്കെ, നാളെ വന്നാൽ മതി പറഞ്ഞു. പിന്നെ അങ്ങനെ ശനിയാഴ്ച എനിക്കുണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കാലത്ത് പോയിട്ട് ഞാൻ പിന്നെ വരുന്നത് വീട്ടിലെത്തുന്നത് 4 മണിക്കാണ്. പിന്നേക്ക് വണ്ടി എത്തുമ്പോൾ എനിക്ക് വയ്യ, ഭയങ്കര ടയേർഡായിട്ട് ആകെ ഞാൻ കിടന്നു. ബാക്ക് പെയിനും ഒക്കെ ആയിട്ട് അങ്ങനെ കിടന്നു. പിന്നെ അന്നത്തെ ദിവസം പോയി. പിന്നെ ഞായറാഴ്ച പിന്നെ കട തുറക്കൂലല്ലോ. പക്ഷേ ഞായറാഴ്ച ഞാൻ തിരക്കുള്ള ദിവസമാണ്. ഞായറാഴ്ച എന്താ വെച്ചെങ്കിൽ ആദ്യക്കുട്ടിന് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അവനെ ട്യൂഷന് പഴഞ്ഞിയിലാണ് ട്യൂഷൻ പഠിക്കുന്നത്. അവന് ട്യൂഷന് കൊണ്ടാക്കും. പിന്നെ അത് കഴിയുമ്പോൾ പോയിട്ട് എടുത്ത് വരും. അങ്ങനെയാണ്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം അവൻ്റെ പിന്നാലെ നടക്കലാണ് എൻ്റെ പണി. ശനി ഞായറും അവന് ട്യൂഷനാണ്. തിങ്കൾ ടു വെള്ളി വരെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ശനി ഞായറാഴ്ച രാവിലെ അവനെ ട്യൂഷന് കൊണ്ടാക്കും. അങ്ങനെയാണ് ശനി ഞായറും പോണത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ അതുവിന് പാവം, അവൾക്ക് ഡാൻസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പാവം. കാരണം അവൾ 10ാം ക്ലാസ്സിൽ നിർത്തിയതാണ് ഡാൻസ്. ഈ പഠിപ്പൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ തിരക്കൊക്കെ ആയിട്ട് പിന്നെ നിർത്തിയതാണ്. പിന്നെ അവൾ ജോയിൻ ചെയ്യണം പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചെയ്യാം. ഇനിയിപ്പോൾ അവളുടെ ഡാൻസും കൂടി ആയാൽ ശുഭം. തിരക്ക് കഴിയും, പക്ഷേ ചേർക്കണം. കാരണം അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ അവളെ കൊണ്ടുപോയി ചേർക്കണം ഒരു ദിവസം. പക്ഷേ അത് അവൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച ഡാൻസ് ക്ലാസ് ഉണ്ടാവും. മിക്കവാറും കാലത്താവും ഉണ്ടാവുക. ഇവന് ഉച്ചയ്ക്ക് ശേഷം ട്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ പിന്നെ അത് അഡ്ജസ്റ്റ് ആയി പോകുന്നു. എന്തായാലും അവളെ കൊണ്ടുപോയി ചേർക്കണം ഈ ട്യൂഷൻ ഒരു ദിവസം, ഡാൻസ് ക്ലാസ്സിൽ.
അപ്പോൾ അതുണ്ട് അത്. അപ്പോൾ ഇന്നിപ്പോൾ ചാണകം പോയിട്ട് ഞാൻ ഇപ്പോൾ ഈ തയ്യൽ മെഷീൻ മേടിച്ചു കൊടുന്നു. പിന്നെ അങ്ങനെ പുരികനൊക്കെ ത്രെഡ് ചെയ്തിട്ട് കുറേ ആയിരുന്നു, ഒരു 1.5-2 മാസമായിരുന്നു പുരികൻ ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തു. പിന്നെ എന്തായാലും പാർലറിൽ പോയതല്ലേ, എൻ്റെ മുടിയൊക്കെ ആകെ ഡ്രൈ ആയിരിക്കുമായിരുന്നു കേട്ടോ. പനിയൊക്കെ പിടിച്ചിട്ട് തലകൊളിയും അതൊക്കെ ഇല്ല, അത് ആകെ കൂടി മുടിയൊക്കെ ആകെ ഡ്രൈ പോലെ. ഞാൻ ഈ ഹെയർ കളർ ചെയ്ത കാരണം മുടി ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു സ്പാ ചെയ്തപ്പോൾ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട്, മുടി പരത്തിന് നല്ല ഭംഗി കാണാൻ. അപ്പോൾ ഒരു ഹെയർ സ്പാ ചെയ്തു. പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറി മേടിക്കാണ്ടായിരുന്നു, കാരണം ആഴ്ചയിലേക്കുള്ളൊരു പച്ചക്കറി ഞാൻ മേടിക്കാറ് ചെയ്യാറ്. അപ്പോൾ പച്ചക്കറി കഴിഞ്ഞിരുന്നു, അപ്പോൾ അത് മേടിച്ചു. പിന്നെ കുറച്ച് ബേക്കറി, പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ചായക്ക് എന്തെങ്കിലും കുറിക്കാൻ ബേക്കറി സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ ATM കയറാണ്ടായിരുന്നു. അങ്ങനെ നല്ല ചില്ലറ കാര്യങ്ങളൊക്കെ എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്ന് കയറി ഫുഡ് കഴിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇത് ഇൻട്രോ ഭാഗമാണ്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കണ്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് ഞാൻ പാർലറിലേക്കാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കെൻ്റെ പുരികൻ ത്രെഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 1-2 മാസമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ചങ്ങരംകുളത്തുള്ള റോസ് സലൂണുണ്ട്, അവിടെ ഞാൻ പോയത്. എന്തായാലും പോയ സമയത്ത് മുടിയൊക്കെ ആകെ ഡ്രൈ ആയ കാരണം ജസ്റ്റ് ഒരു സ്പായും ചെയ്തു കേട്ടോ. അപ്പോൾ സ്പാ ഒക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് നേരെ ATM പോകണം. ഇപ്പോൾ ATM പോയിട്ട് പൈസ എടുത്തതിന് ശേഷം പിന്നെ പച്ചക്കറി മേടിക്കാണ്ടായിരുന്നു. ഞാനൊരു ആഴ്ചക്കുള്ള പച്ചക്കറി മേടിച്ച് വയ്ക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും മേടിക്കില്ല, കുറച്ച് മേടിക്കും, പിന്നെ മേടിക്കാതെ വിചാരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ടൈലറിംഗ് മെഷീൻ മേടിക്കാൻ പോകണമെന്ന്. അപ്പോൾ അതൊക്കെ നേരാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് ബേക്കറിയും സംഭവങ്ങളും ഒക്കെ മേടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കേട്ടോ. ഹെയർ സ്പാ ചെയ്തപ്പോൾ മുടി നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നേരെ വീട്ടിലേക്ക്. സമയം 2 മണി സമയം കേട്ടോ. മഴ മാറിയിട്ട് ഇറങ്ങാൻ ജസ്റ്റ് ലേറ്റായി. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ചോറ്, നല്ല തൈര്, കായും പയറും, ഉപ്പേരി, അരിനെല്ലിക്ക കൊണ്ട് അച്ചാറുമാണ്. അപ്പോൾ TV കണ്ട് ഫുഡും കഴിച്ചിങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല കേട്ടോ, കൊച്ചു വീഡിയോ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഒന്ന് വീഡിയോ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ എന്തായാലും ഇറങ്ങില്ല. കാരണം ഇനി എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊന്ന് റിന്യൂ ചെയ്യാണ്ട് കഴിയാറായിരിക്കുന്നു. അതിൻ്റെ റിന്യൂവലുണ്ട്, പുക ടെസ്റ്റിൻ്റെ റിന്യൂവലുണ്ട്, അതുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മിക്കവാറും ഈ ആഴ്ചയിൽ പിള്ളേരുടെ പാരൻസ് മീറ്റിംഗ് വരും. അപ്പോൾ ഒന്ന് സ്കൂളിൽ പോകേണ്ടി വരും. പിന്നെ അങ്ങനെ ഇനി പണികളുണ്ട്. അപ്പോൾ ഇനി ഞാൻ പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പുറത്തേക്ക് പോകണ എനിക്കല്ല പ്രശ്നം, കാണുന്ന മറ്റുള്ളവർക്കാണ് ബുദ്ധിമുട്ട്. എന്താണ് മഴ വീണ്ടും പെയ്തു കേട്ടോ. ഭാഗ്യം, എനിക്ക് മഴ കിട്ടിയില്ല. ഞാൻ പോകുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്, പക്ഷെ മഴ കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ നല്ലൊരു മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കിടക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യട്ടെ. നമ്മുടെ ചാനൽ ചത്ത് കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുക ഞാൻ കേട്ടോ. അപ്പോൾ ബൈ.